KSUവിന് കടുത്ത എതിർപ്പുണ്ട്. KSUവിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടം. SFI സംഘപരിവാറിന് വേണ്ടി KSUവിനെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിരിക്കുന്നുവെന്ന് SFI അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നു എന്നതുകൂടിയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ KSU പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കൂടുതൽ KSU നേതാക്കൾ രംഗത്ത്. മുക്കാൽ പിണറായിയെ അല്ല അധികാരത്തിൽ ഇരുത്തിയത് എന്ന് KSU സംസ്ഥാന ട്രഷറർ ആദിൽ KKB റിപ്പോർട്ടറിനോട് പറഞ്ഞു. KSUക്കാരുടെ തല തല്ലിപ്പൊളിച്ചവർ സർക്കാരിൽ നിന്നും ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ മനസ്സ് വ്രണപ്പെടുമെന്നും വിമർശനം. KSUവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തിരുത്തണമെന്നും ആവശ്യം. അത് KSUക്കാരെ സംബന്ധിച്ചും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നേതൃത്വം പോയാൽ അത് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഏത് അധികാര കേന്ദ്രത്തിലുള്ളതാണെങ്കിലും അവിടെ ചോദ്യങ്ങൾ ഉയരും. പിണറായി വിജയൻ PMCയിൽ ഒപ്പിട്ടപ്പോൾ മിണ്ടാകുന്ന SFIയെ പോലെ മിണ്ടാതിരിക്കുന്ന സംഘടനയല്ല KSU. അതൊരു മുക്കാൽ പിണറായി എന്ന് പറയുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാവിലെ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിനകത്ത് KSUക്കാർക്ക് ഇതിൽ എന്ത് ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ളവൻ്റെ തല തല്ലിപ്പൊളിച്ച ഒരു സംഘടന, ആ സംഘടന ഈ UDF ഒരു അധികാരത്തിലെത്തുന്ന സമയത്ത് ആ സംഘടനാ പ്രവർത്തകർ ഇതിൻ്റെ ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് വ്രണപ്പെടും. ഈ പറഞ്ഞത് തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് നേതൃത്വം തിരുത്തും. ഇതിലൊക്കെ മാറ്റം വരും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, ഒരൽപ്പം കടുത്ത പ്രയോഗമാണ് മുക്കാൽ പിണറായി എന്നാണ് പറയുന്നത്. അതായത് അത് രക്ഷാപ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നതും കൂടി ആലോചിക്കേണ്ടതുണ്ട്. പ്ലീഡർ നിയമനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നത് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ KSUക്കാരോട് പോയ സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെ മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു എന്നൊരു വിമർശനമാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ് മാധവ്. ഭരണകക്ഷിയിൽ തന്നെപ്പെട്ട വിദ്യാർത്ഥി സംഘടന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ചില നയങ്ങളുമായി ബന്ധപ്പെട്ട്, നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ KSUവിന്റെ തിരുവനന്തപുരം ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റി അഭിപ്രായം പറഞ്ഞതാണ്, വിമർശനം ഉന്നയിച്ചതാണ്. അതിനിൽ VD സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രതികരണമാണ് KSU നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ KSU നേതാക്കളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ UDF സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ പിണറായിക്കെതിരെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരിക്കലും മുക്കാൽ പിണറായി ആകരുത് എന്നുള്ളതാണ് VD സതീശനെതിരായുള്ളൊരു പരോക്ഷ വിമർശനം. KSUവിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായുള്ള ആദിൽ KKB ഈ വിദ്യാർത്ഥി നേതാവ് പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യത്തിൽ KSUക്കാരുടെ തല തല്ലി പൊളിച്ചവർ സർക്കാരിൽ നിന്നും ആനുകൂല്യം പറ്റാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും KSUക്കാരുടെ മനസ്സ് വ്രണപ്പെടും. ഒരു തരത്തിലുള്ള ആഘോഷ പരിപാടികളിലോ കുടുംബ പരിപാടികളിലോ പോലും പങ്കെടുക്കാൻ കഴിയാതെ സംഘടനയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രയത്നിച്ച, അടികൊണ്ട പോലീസ് കേസുകളുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥി നേതാക്കളെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് നിയമനം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പരാതി വീണ്ടും പരിശോധിക്കാൻ, ഇക്കാര്യത്തിൽ KSU നേരത്തെ കൊടുത്ത പരാതി വീണ്ടും പരിശോധിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകണം. VD സതീശൻ അതിന് തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. KSUവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തന്നെ തിരുത്താനും തയ്യാറാകണം. ഒരു മാറിയ നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തും എന്നുള്ളതാണ് KSUവിന്റെ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.